ജയിൽ ക്ഷേമദിനാഘോഷങ്ങളുടെ സമ്മാന വിതരണവും ഇന്റർ ജയിൽ വോളി മത്സരങ്ങളുടെ ഉദ്ഘാടനത്തിനുമായാണ് മഞ്ജു വാര്യർ സെൻട്രൽ ജയിലിലെത്തിയത്. ജയിലിലേക്ക് തെല്ല് നെഞ്ചിരിപ്പോടെയാണ് പ്രവേശിച്ചതെങ്കിലും സ്നേഹത്തോടെ സ്വീകരിച്ച പോലീസുകാരും തടവുകാരും തന്റെ ഭയം ഇല്ലാതാക്കിയെന്ന് മഞ്ജു പറഞ്ഞു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് മഞ്ജു വാര്യർ സമ്മാനം വിതരണം ചെയ്തു. സമ്മാനം മാത്രം പോരാ, ഓട്ടോഗ്രാഫും വേണമെന്നായി ചിലർ. ചെറുചിരിയോടെ മഞ്ജു ഓട്ടോഗ്രാഫും നൽകി. കവിതാ പാരായണത്തിൽ ഒന്നാമതെത്തിയ കുര്യച്ചന് സമ്മാനം നൽകിയപ്പോൾ കവിത ചൊല്ലിയായിരുന്നു കുര്യച്ചന്റെ സന്തോഷ പ്രകടനം. ചടങ്ങിൽ തന്റെ പുതിയ ചിത്രത്തിന്റെ പേരും മഞ്ജു പ്രഖ്യാപിച്ചു. ജയിലും സ്പോർട്സും പശ്ചാത്തലമാക്കിയുള്ള ചിത്രം ദീപു കരുണാകരനാണ് സംവിധാനം ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്ത് വരുന്നത്. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറയായിരുന്നു, ഒരു നെഞ്ചിടിപ്പോടെയാണ് ഞാൻ അകത്തേക്ക് നടന്ന് കയറിയത്. പക്ഷെ എന്നെ ഇവിടെ വരവേറ്റത് സ്നേഹമുള്ള ഒരുപാട് മുഖങ്ങളാണ്. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നൊരു സിനിമ ദീപു കരുണാകരൻ സംവിധാനം ചെയ്യുന്ന കരിങ്കുന്നം സിക്സേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ജയിലിൻ്റെ ഒരു പശ്ചാത്തലവും വോളിബോൾ എന്നുള്ള ഒരു സ്പോർട്സ് ഇനത്തിൻ്റെ പ്രത്യേകതയും അതിന് രണ്ടിനും ഒരുപാട് പ്രാധാന്യമുള്ളൊരു സിനിമയിലാണ് ഞാൻ അടുത്തതായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തിനും ഈ ഒരു സന്ദർഭത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്റർ ജയിൽ വോളി മത്സരം പന്ത് തട്ടി ഉദ്ഘാടനം ചെയ്ത മഞ്ജു മത്സരം കണ്ട ശേഷമാണ് മടങ്ങിയത്. മീഡിയ 1 തിരുവനന്തപുരം.